Hey guys, welcome back to James Lab. ഇന്ന് നമ്മൾ ബയോസ്റ്റാറ്റിക്സിലെ പാരാമെട്രിക് ടെസ്റ്റിൽ വരുന്ന ടി ടെസ്റ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എന്താണ് ടി ടെസ്റ്റ് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് വേഗം തന്നെ പെയർ ടി ടെസ്റ്റിലേക്ക് പോവാം. ഓക്കെ, സോ എന്താണ് ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടി ടെസ്റ്റ് ഈസ് യൂസ് ടു കമ്പയർ ദ മീൻ ഓഫ് ദീസ് ടു സാമ്പിൾ. ഓക്കെ, രണ്ട് സാമ്പിളിൻ്റെ മീൻ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടി ടെസ്റ്റ് നോക്കുന്നത്. എന്നിട്ട് അവിടെ എത്ര സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ഉണ്ടെന്ന് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ എപ്പോഴാണ് നമ്മൾ ഈ ടി ടെസ്റ്റ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ വെൻ ദ സാമ്പിൾ സൈസസ് സ്മോളർ ദാൻ 30 എലമെൻറ്റ്സ്. ഓക്കെ, 30-നെക്കാട്ടും ചെറുതാണ് നമ്മൾ സാമ്പിൾ സൈസ് എങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ടി ടെസ്റ്റ് യൂസ് ചെയ്യുക. ഈ സാമ്പിൾ സൈസ് 30-നെക്കാട്ടും കൂടുതലാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുക, Z ടെസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ആ കാര്യങ്ങൾ ആലോചിച്ച് വെക്കുക. സോ 30-നെക്കാട്ടും കുറവാകുമ്പോഴായിരിക്കും നമ്മൾ ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടെസ്റ്റാണ്. ഇനി അതേപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മേ ബി നമുക്ക് അറിയാം അല്ലെങ്കിൽ അറിയാണ്ടിരിക്കാം. ഓക്കെ, മേ ബി നോണോ അൺനോണോ ആയിരിക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യം ആലോചിക്കാം. ഇനി ഇതിപ്പം Z ടെസ്റ്റ് പോലെ തന്നെയാണ്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ എന്തിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും, സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും. ഓക്കെ, സോ എന്താ നിങ്ങൾക്ക് ഇപ്പം സെറ്റ് ടെസ്റ്റും ടി ടെസ്റ്റും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സെറ്റ് ടെസ്റ്റിൽ നമ്മൾ പോപ്പുലേഷൻ മീനാണ് നമ്മൾ നോക്കുന്നത്, വൈൽ ടി ടെസ്റ്റിൽ നമ്മൾ സാമ്പിൾ മീനാണ് നമ്മൾ നോക്കുന്നത്. രണ്ട് സാമ്പിളിൻ്റെ മീനാണ് നോക്കുന്നത്. വൈൽ Z ടെസ്റ്റിലാണെങ്കിൽ എന്തായിരിക്കും രണ്ട് പോപ്പുലേഷൻ്റെ മീനാണ് നമ്മൾ നോക്കുന്നത്. സോ ഇത്രയും കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ അപ്ലിക്കേഷൻ, അതായത് ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് സാമ്പിൾ മീൻ ഓഫ് ടു ഡിഫറെൻറ്റ് സാമ്പിൾ അല്ലെങ്കിൽ എ റിലേറ്റഡ് സാമ്പിൾ. അതുപോലെ തന്നെ ഇറ്റ് ഇസ് ടു ഹെൽപ്പ് ടു ഫൈൻഡ് കോൺഫിഡൻസ് ഇൻ്റർവെൽ കണ്ടെത്താൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ടു ടെസ്റ്റ് സാമ്പിൾ മീന് സെയിം വാല്യൂ ആസ് ഹൈപ്പോത്തസൈസ്ഡ് വാല്യൂ. അതായത് നമ്മൾ ഹൈപ്പോത്തസിസ് ആയിട്ട് കണ്ടെത്തിച്ച വാല്യൂയും സെയിം ആണ് നമുക്ക് കിട്ടിയ സാമ്പിൾ മീനുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ ഹൈപ്പോത്തസിസ് കറക്റ്റാണ് നോക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അപ്പം അത് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. 1 സാമ്പിൾ ടി ടെസ്റ്റും വരുന്നുണ്ട്, 2 സാമ്പിൾ ടി ടെസ്റ്റും വരുന്നുണ്ട്. 2 സാമ്പിൾ ആണെങ്കിൽ അതിൽ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, പെയർ ടി ടെസ്റ്റും വരുന്നുണ്ട്, അൺപെയർ ടി ടെസ്റ്റും വരുന്നുണ്ട്. സോ 1 സാമ്പിൾ ടി ടെസ്റ്റ് ആണെങ്കിൽ സാമ്പിൾ മീനാണ് നമ്മൾ കമ്പയർ ചെയ്യണത്. ഓക്കെ അല്ലേ? ടി ടെസ്റ്റിലാണെങ്കിൽ നമ്മൾ സാമ്പിൾ മീനായിരിക്കും കമ്പയർ ചെയ്യുക. അപ്പം 1 സാമ്പിൾ ആണെങ്കിൽ എന്താണ് അർത്ഥം, ഒരു സാമ്പിൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഈ സാമ്പിൾ നമ്മൾ എന്തായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, തിയറട്ടിക്കൽ വാല്യൂ ആയിട്ടായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുക. സോ അതാണ് 1 സാമ്പിൾ ടി ടെസ്റ്റ്. അപ്പം നെക്സ്റ്റ് നമുക്ക് 2 സാമ്പിൾ ടി ടെസ്റ്റ് ആണ് എന്തായിരിക്കും, രണ്ട് സാമ്പിൾ നമ്മൾ കമ്പയർ ചെയ്യും, അതും രണ്ട് ഡിഫറെൻറ്റ് സാമ്പിൾ ആയിരിക്കും അല്ലേ, രണ്ട് ഡിഫറെൻറ്റ് സാമ്പിൾ നമ്മൾ കമ്പയർ ചെയ്യാണ് ചെയ്യുക. സോ അതാണ് എന്ത് 2 സാമ്പിൾ ടി ടെസ്റ്റ്. അപ്പോൾ 2 സാമ്പിൾ ടി ടെസ്റ്റിൽ വരുന്ന പെയർ ടി ടെസ്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പെയർ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സാമ്പിൾ, ഓക്കെ, രണ്ട് ക്ലോസ്ലി റിലേറ്റഡ് സാമ്പിളിൻ്റെ മീന് നമ്മളിവിടെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, വി ആർ കമ്പയറിംഗ് ദ മീൻ ഓഫ് 2 ക്ലോസ്ലി റിലേറ്റഡ് സാമ്പിൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ, ഇവർ തമ്മിൽ സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ഉണ്ടോ ഇല്ലേ നമ്മൾ നോക്കും. ഇനി ഈ പെയർ ടി ടെസ്റ്റ് ഇറ്റ് ഈസ് മോർ പവർഫുൾ ആണ് അൺപെയറിനെ കാട്ടി. എന്തുകൊണ്ടായിരിക്കും, കാരണം ഇവിടെ നമ്മൾ സെയിം പോപ്പുലേഷൻ ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. കാരണം ഇവിടെ എന്താണ്, സെയിം പോപ്പുലേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു സെയിം പോപ്പുലേഷനത്തെ രണ്ട് സാമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ മറ്റേതിലാണെങ്കിലോ അൺപെയറിനാണെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് സാമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് സാമ്പിൾ, അപ്പോൾ രണ്ട് പോപ്പുലേഷൻ ആയിരിക്കും ഡിഫറെൻറ്റ് സാമ്പിളാക്കി യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതായിരിക്കും കുറച്ചും കൂടെ മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ ഹൈപ്പോത്തസിസ് എങ്ങനെയായിരിക്കും വരിക, ഇതിൻ്റെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, നമ്മളുടെ അൺപെയർ ടെസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെയാണ് വരിക. H0 എന്തായിരിക്കും, μ0 വിൽ ബി ഈക്വൽ ടു μ1. ഓക്കെ, ദെൻ എന്തായിരിക്കും ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്, μ0 വിൽ ബി നോട്ട് ഈക്വൽ ടു μ1. അതാണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്. ഓക്കെ, അസംഷൻസ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ മസ്റ്റ് ബി സെയിം ഗ്രൂപ്പ്, അത് സെയിം ഗ്രൂപ്പിലായിരിക്കും നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് അതിൽ എന്തുണ്ടായിരിക്കും, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടായിരിക്കും അല്ലേ. ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്തായിരിക്കണം, അത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ആൻഡ് ഓൾസോ എന്താണ്, നമ്മൾ സാമ്പിളിങ് ചെയ്തത് ഇൻഡിപെൻഡൻ്റ്ലി ആയിരിക്കണം നമ്മൾ സാമ്പിൾ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അസംഷനിൽ നോക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് നമ്മൾ എപ്പോഴാണ് ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യുക, നമ്മൾ എപ്പോഴാണ് ഈ പെയർ ടി ടെസ്റ്റ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക, അതായത് വെൻ ദ സാമ്പിൾ ഈസ് സെയിം ആണെങ്കിൽ, സാമ്പിൾ സെയിം ആണെങ്കിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്.